He doesn't have to learn anything. You can just അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞാൽ അതങ്ങ് വരും. അത് വളരെ സ്പെഷ്യലായിട്ടുള്ള അനുഗ്രഹീതരായ കലാകാരന്മാർ. ആൻഡ് മോഹൻലാൽ ഇസ് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ തീരുമാനിക്കണം. വി കാൺ ബി ജഡ്ജ്മെന്റൽ അബൌട്ട് ദാറ്റ്. ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്ത ഏത് ആർട്ടിസ്റ്റ്, ഈവൻ നമ്മുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റ് മമ്മൂക്കയിലും ലാലേട്ടനായാലൊക്കെ എം.ടി. സാറിൻ്റെ ക്യാരക്ടേഴ്സ് ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ അത് ആക്ടേഴ്സിന് ഗ്രോത്താണ്. ഇപ്പം തിലകേട്ടനായാലും വേണുചേട്ടനായാലും ഇപ്പോൾ ലാലേട്ടൻ്റെ പഞ്ചാഗ്നി ആയാലും അമൃതം ഗമയ, അതൊക്കെ എം.ടി. സാറിൻ്റെ. മമ്മൂക്കയുടെ വീരഗാഥ, പഴശ്ശിരാജ. ഒരുപാട് സന്തോഷവും എന്താ ഞാൻ പറയേണ്ട, ഒരു ദൈവാനുഗ്രഹം പോലെ എല്ലാം ഭംഗിയായി ആരംഭിക്കാൻ കഴിഞ്ഞു. ഒരു നർത്തകൻ, ഒരു നൃത്ത വിദ്യാർത്ഥി, ഒരു കലാകാരൻ, ഒരു ആക്ടർ എന്നീ നിലകളിലെല്ലാം എനിക്ക് ഒരുപാട് കാലത്ത് ഒരു ഡ്രീമായിരുന്നു. ഇങ്ങനെ നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക. ആ ഒരുപാട് വിലപ്പെട്ട മുഹൂർത്തങ്ങൾ, ഇപ്പം വലിയ വലിയ മാസ്റ്റേഴ്സിൻ്റെ കൂടെ നമ്മൾ പഠിച്ചത് അടുത്ത ജനറേഷന് പങ്കുവെക്കുക എന്നുള്ളത് ഒരു കലാകാരൻ്റെ കടമയാണ്. സോ അതിന് സാഹചര്യങ്ങൾ ഒത്തുവരണം. പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പഠനാനുഭവമാണ്. സോ അതുകൊണ്ട് ആ ലേണിംഗ് എക്സ്പീരിയൻസിന് നമ്മൾ ഒരുപാട് പ്രിപ്പയർഡ് ആയിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം. സോ അതുകൊണ്ട് സമയം എടുക്കും. അതുപോലെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമ്മൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിപ്പിക്കാൻ സാധിക്കണം. സോ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാലാണ് എൻ്റെ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻറ്റ്സും മറ്റ് പ്രോഗ്രാം ഡാൻസ് കമ്മിറ്റ്മെൻറ്റ്സും പഠന രീതിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്കൂൾ ഫോമാറ്റിൽ എനിക്ക് തുടങ്ങാൻ സാധിക്കാൻ പോയത്. അതായിരിക്കും ഇത്രയും ഒരുപാട് പേര് ചോദിച്ചു എന്താ എത്ര വൈകിയതെന്ന്. സോ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും ശാസ്ത്രീയമായിട്ടും അത് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ ടൈം. സോ ദാറ്റ് കുറേ കൂടി എനിക്ക് ടൈം ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ പക്ഷേ ഒരു ഓൾമോസ്റ്റ് 15 to 20 years ഞാൻ ഈ പഠിപ്പിക്കുന്ന പ്രോസസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളായിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ പ്രോഗ്രാംസ് ആയാലും എൻ്റെ കൂടെ ചെയ്യുന്ന ഡാൻസേഴ്സ് ആയാലും അവരെ ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സ് ഇസ് ബീൻ ഗോയിങ് ഓൺ ആസ് എ ടീച്ചർ. പക്ഷെ ഒരു സ്കൂൾ ഫോമാറ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയോടുകൂടി ക്ലാസ് ടൈമിങ്സ് വെച്ചിട്ട് ഇത് തുടക്കമാണ്. മറ്റൊരു വലിയൊരു അനുഗ്രഹം ഈ നൃത്യഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിദ്യാലയത്തിനുള്ളതെന്ന് പറഞ്ഞാൽ നാട്യാചാര്യ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം എൻ്റെ ഗുരുവാണ്. അതുപോലെ ഗുരു കലാമണ്ഡലം സരസ്വതി ടീച്ചർ. ഇവർ രണ്ടുപേരും അവരുടെ പാദസ്പർശം ഇവിടെ നടന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നൃത്തവിദ്യാലയം എന്ന നിലയിൽ ഒരുപാട് പുണ്യവും ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും അതൊരു അനുഗ്രഹമായിരിക്കും. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ആശീർവാദം നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനവും നമ്മളറിയാതെ നമ്മളിൽ തന്നെ ഒരു ശക്തി അതിനെ ഒരു ശരിയായ പാതയിൽ കൊണ്ടുപോകാനും കുട്ടികൾക്ക് ശരിയായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനും ആ ആശീർവാദം ഒരുപാട് ശക്തിയും സഹായകരവുമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം. സോ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗുരു ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം റിവൈവ് ചെയ്ത പെഡഗോജി, അതായത് ആ സിലബസ് ഡോക്ടർ പത്മ നാട്യശാസ്ത്രം ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്സും നമ്മുടെ ഇപ്പോഴത്തെ ഭരതനാട്യ ടെക്നിക്സും കൂടി സമന്വയിപ്പിച്ച് ഭരതനൃത്യം എന്ന രൂപത്തിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സോ അത് ആസ് എ ഡാൻസിങ് സ്റ്റുഡൻറ്റ് അത് പഠിച്ച് ഞാൻ അനുഭവിച്ച ഒരാളാണ്. സോ അതിൽ നിന്നുള്ള ഒരു ആനന്ദം ആസ് എ മെയിൽ ഡാൻസർ, അതുപോലെ ആസ് എ ഡാൻസർ അവിടെ ജെൻഡറിന് സ്ഥാനമില്ല, അതിന് പുറമെയാണ്. ആക്ച്വലി ഈ ഡാൻസിങ് ഇസ് ബിയോണ്ട് ജെൻഡർ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ അതിനൊരു ഫീമെയിൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ്. പക്ഷെ അതല്ല, ഈ ഡാൻസിങ് ഇസ് യൂണിവേഴ്സൽ. അത് ആർക്കും എപ്പോഴും അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു കലാരൂപമാണ്. അത് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ വ്യത്യസ്തത കൊണ്ടുവരേണ്ടത്. സോ ആ ഒരു അനുഭവം ദൈവികമായ ഇത്തരം പാരമ്പര്യ കലാരൂപങ്ങൾ പഠിക്കാൻ സാധിക്കുക. കാരണം അതിന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നാട്യശാസ്ത്രം പോലത്തെ വേദപുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചിട്ടുള്ള
സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ ട്രെയിനിങ് പ്രോസസ്സാണ്. സോ ആ ഒരു പരിശീലന രീതി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾക്ക് ഉണ്ടാകും. സോ അത് അനുഭവിച്ചറിഞ്ഞ ഒരാളെന്ന നിലയിൽ ഒരു വളരെ ഹമ്പിളായ എൻ്റെ ഒരു അറ്റംപ്റ്റാണ് ആസ് എ ടീച്ചർ ടു സ്പ്രെഡ് അവെയർനെസ് ആൻഡ് നമ്മുടെ ശാസ്ത്രീയ കലകൾക്കുള്ള വില, ദ വാല്യൂ ഓഫ് ട്രഡീഷണൽ ആർട്സ് ഇപ്പോഴത്തെ ജനറേഷൻ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരം. ദാറ്റ് ഈസ് നൃത്യം. തുടങ്ങിയത് നൃത്തമാണ്, പിന്നെ സിനിമ, അങ്ങനെയൊന്നും ഇല്ലല്ലേ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. സോ ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ഡാൻസ്. പിന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വന്നു. അത് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. പഠനം ആയിരുന്നു അപ്പോഴത്തെ പ്രയോറിറ്റി. സോ എൻ്റെ ബേസിക് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് അവസരങ്ങൾ വരാൻ തുടങ്ങി. സോ ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് വലിയ വലിയ മഹാരഥന്മാരായ സംവിധായകരുടെ കൂടെ അവരുടെ പടങ്ങൾ, അവരുടെ കൂടെ നമ്മുടെ വലിയ വലിയ ആർട്ടിസ്റ്റ്, സോ ഇവരെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇസ് വെരി വെരി എൻറിച്ചിങ്. ആൻഡ് അത്തരം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. Because that's the magnetic power of cinema. That is especially if you're working with the right team. If you're working with the right group of artists, technicians and musicians or whatever it is, there is an incredible energy that comes into you and we are growing with them. അവരെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ അത് ഉള്ളിൽ അതൊരു വല്ലാത്തൊരു പാഷൻ ആൻഡ് മോർ ദൻ എനിത്തിങ് ഇറ്റ്സ് നോട്ട് അബൌട്ട് അതൊരു പ്രൊഫഷൻ ആക്കണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ്സോ അതിൻ്റെ ഫെയിമോ അതൊന്നും ആയിരുന്നില്ല. ആ പ്രായത്തിൽ എനിക്ക് ആ ഗ്രോത്ത് ആസ് എൻ ആക്ടർ, ദറ്റ് വണ്ടർഫുൾ ടീം അറൗണ്ട് യു. ബിക്കോസ് ആരെടുത്താലും അതുല്യ കലാകാരന്മാരാണ്. ഇപ്പം അതിലൊക്കെ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അപാര പ്രതിഭയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അതിലും വലിയൊരു പ്രതിഭയായിരിക്കും, സംവിധായകനായാലും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയാലും കോസ്റ്റ്യൂമർ, മേക്കപ്പ്, ലൈറ്റ് ടെക്നീഷ്യൻസ്, ഇവർക്കെല്ലാം അവരവരെ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്ട്രോർഡിനറി ആർട്ടിസ്റ്റാണ് എല്ലാവരും. സോ അങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ് നമ്മുടെ അസോസിയേഷൻ. സോ എന്നെ സംബന്ധിച്ച് ആ ചെറിയ പ്രായത്തിൽ ഇത് അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് അത് പക്ഷേ പ്രൊഫഷനായിട്ട് എടുക്കണമെങ്കിൽ ദർ ആർ അതർ ഫാക്ടേഴ്സ്. അതായത് യു ഹാവ് ടു ബി സക്സസ്ഫുൾ. പ്രേക്ഷകർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം. പീപ്പിൾ ആർ ഇൻവെസ്റ്റിംഗ് മണി. നമ്മുടെ പേരിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിനൊരു മാർക്കറ്റ് വാല്യൂ വേണം. സോ അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു പ്രൊഫഷണലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ബാക്കപ്പ് വെയർ ഐ ക്യാൻ പ്രൊഡ്യൂസ് മൈ ഓൺ ഫിലിംസ്. സോ ഇങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ട് അതിൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് വളരെ ഒരു ദൈവാനുഗ്രഹം പോലെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് വളരെ സ്പെഷ്യലായ 2 ഓഫേഴ്സ് വന്നു. അതിലൊന്നായിരുന്നു ആവാരം പൂ. ഭരതേട്ടൻ തകരയുടെ റീമേക്ക് ചെയ്ത് എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് ആക്ച്വലി. സോ ഈ പടം ഓഫർ വന്നപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ CA ഒക്കെ രജിസ്റ്റർ ചെയ്ത് ഒരു മനസ്സും ഇല്ലാതെ അത് ആ ഫീൽഡിലേക്ക് പോകാൻ, ബിക്കോസ് യു ഹാവ് ടു ഡു സംതിങ് ഇൻ ലൈഫ് ആൻഡ് വെൻ യു ആർ എ മാൻ യു ഹാവ് ടു ദർ ഷുഡ് ബി എ പ്രൊഫഷൻ. പക്ഷേ ആ സമയത്ത് പടങ്ങളോ അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിലൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഭരതേട്ടൻ എന്നെ ഈ പടത്തിന് വിളിക്കുന്നത്. അപ്പോൾ ഭരതേട്ടൻ ഇത് വിളിച്ചപ്പം എനിക്ക് പിന്നെ ദർ ഇസ് നോ ലുക്കിംഗ് ബാക്ക്, ബിക്കോസ് അത്രയും വലിയൊരു പ്രോജക്റ്റ്, ഇളയരാജ സാറിൻ്റെ മ്യൂസിക് ആൻഡ് ഇറ്റ്സ് എ ഡ്രീം പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ, അപ്പോൾ എൻ്റെ പേരൻസ് തന്നെ പറഞ്ഞു ദിസ് ഇസ് ദ ഡിസൈഡിങ് മൊമെൻറ്റ്. ഇത് നീ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ്സ് യുവർ ഫീൽഡ്, പിന്നെ യു വിൽ ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ്. അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ കമ്മിറ്റ്മെൻറ്റോടു കൂടി ഞാൻ തുടങ്ങുന്നത്. അവിടെ അഗെയിൻ ഈ ഭാഗ്യം എന്നൊക്കെ പറയുന്നതാണ്. ഈ ഭാഗ്യം പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഈ സിനിമയിൽ എസ്പെഷ്യലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലക്ക്, അല്ല, ടാലൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക്. ഒരു എലിമെൻറ്റ് ഓഫ് ലക്ക് തീർച്ചയായിട്ടും വേണം. എന്നാൽ മാത്രമേ നമുക്കത്, ബിക്കോസ് ഒരുപാട് വളരെ ടാലൻറ്റഡായ ആർട്ടിസ്റ്റ് ഉണ്ട്, പക്ഷെ അവർക്കൊന്നും വേണ്ട റെക്കഗ്നിഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് സിനിമയിൽ. സോ ദിസ് ലക്ക് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ ആ സമയത്ത് ദാറ്റ് ലക്ക് ഫേവേർഡ് മീ. അതുകൊണ്ടാണ് എനിക്കത് സക്സസ്ഫുൾ ആയതും ഇമ്മീഡിയറ്റ്ലി എനിക്ക് സർഗം ചെയ്യാൻ പറ്റി. പിന്നെ അത് പ്രൊഫഷണലി ഇറ്റ് ജസ്റ്റ് ടുക്ക് ഓഫ്. പിന്നെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ലോട്ട് ഓഫ് ഫിലിംസ്, മലയാളം, ദെൻ ഐ വെൻറ്റ് ഇൻ ടു തമിഴ്. പിന്നെ ദർ വാസ് നോ ലുക്കിംഗ് ബാക്ക്. സോ ആസ് എൻ ആക്ടർ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഒരു ഫൗണ്ടേഷൻ എനിക്ക് ആ പടങ്ങളിലൂടെ കിട്ടിയത് കൊണ്ട് ഐ സ്റ്റാർട്ടഡ് ഗ്രോയിങ്. പക്ഷേ ഐ ഹവ് ഓൾവേസ് ബീൻ എ ഡാൻസർ. സോ ഡാൻസിലൂടെ വന്ന് സിനിമയിൽ വന്നതല്ല. ഡാൻസ് ഇസ് ഓൾവേസ് ബീൻ ദ. അതിൻ്റെ കൂടെ സിനിമ വന്നു. പിന്നെ അത് പ്രൊഫഷണലായി എടുത്തതിന് ശേഷം അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടിയാണ് അത് അപ്രോച്ച് ചെയ്തതും പടങ്ങൾ ചെയ്തതും മറ്റ് ഭാഷകളിലേക്ക് പോയതും.
പക്ഷെ അതിൻ്റെ കൂടെയൊക്കെ തന്നെ ഐ വാസ് ബാലൻസിങ് ഡാൻസ്, വിച്ച് ഇസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആക്ച്വലി ഇഫ് യു ആസ്ക് മീ. ഇപ്പോൾ ഒരു മെയിൽ ആക്ടറെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി ആ ആക്ടറിൻ്റെ ഇമേജിനെ അത് എഫക്റ്റ് ചെയ്യും. ബിക്കോസ് ജനറലി ഡാൻസിങ് ഇസ് കണക്റ്റഡ് ടു ഫീമെയിൽസ്. ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിലെ ഒരു ഒരു ജനറൽ കൺസെപ്ഷൻ അങ്ങനെയാണ്. ദറ്റ് ഈ സ്ത്രീകൾക്കായിട്ടാണ് ഇത്. അപ്പോൾ അത് ചെയ്താൽ സ്ത്രൈണത വരും, മാച്ചോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഇയാൾ സൂട്ടബിൾ ആവുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് വരും അവിടെ. ഇറ്റ്സ് വെരി ക്വൈറ്റ് നാച്ചുറൽ, യു കാൺ ബ്ലെയിം എനിബഡി. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എഫക്റ്റഡ് മൈ കരിയർ ഇൻ ഗെറ്റിംഗ് a lot of characters, because I was balancing this, but in spite of that I've got very very challenging roles also. എന്നെ നല്ലോണം അറിയുന്ന, എൻ്റെ കപ്പാസിറ്റി അറിയുന്ന, അല്ലെങ്കിൽ എന്നെ മോൾഡ് ചെയ്യാൻ സാധിക്കുന്ന അറിയുന്ന സംവിധായകരും റൈറ്റേഴ്സും ഹാവ് ഗിവൺ മീ ദോസ് കൈൻഡ് ഓഫ് റോൾസ് വേർ ഐ ഹാവ് ഡൺ. സോ അങ്ങനെ ഒരു മിക്സ്ഡ് ഇതിലാണ്. ആൻഡ് ഞാൻ എപ്പോഴും ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ, വിച്ച് ഇസ് എ ഡിഫിക്കൽട്ട് തിങ്, ബിക്കോസ് സിനിമ നീഡ്സ് total commitment and focus, and there's a lot of work. ഇപ്പോൾ സ്റ്റാർഡമിന് വേണ്ടിയിട്ട് നമ്മൾ you have to prepare yourself for that. So that has never happened with me, but I was enjoying the artistic journey. So അതുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് ഇപ്പോഴും അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ആസ് എ ഡാൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ് ആണ്. ആൻഡ് അതിൻ്റെ ടെക്നിക്സ് ആർ ഡിഫറെൻറ്റ്. ഇപ്പം നമ്മൾ സിനിമാഭിനയത്തിൻ്റെ ടെക്നിക്സ് ഓഫ് ആക്ടിങ്, റിയലിസ്റ്റിക് ആക്ടിങ് ഉണ്ട്, മെത്തോഡിക്കൽ ആക്ടിങ് ഉണ്ട്, അങ്ങനെ പലതരം രീതിയിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ചെയ്യും. അത് തന്നെ ഫോർ എ ഡാൻസർ അയാളുടെ വേ ഓഫ് എക്സ്പ്രസിങ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതിൻ്റെ ടെക്നിക്സ്, അടിസ്ഥാനങ്ങൾ വ്യത്യാസമുണ്ട്. സോ നമുക്ക് ഡാൻസിൽ ചെയ്യുന്ന ചില ഭാവങ്ങളും നൃത്ത രൂപങ്ങൾ, പോസ്ചേഴ്സ് ഓർ ഫോർമേഷൻസ്, അത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അടിസ്ഥാനമായിട്ട് അതിൻ്റെ ഇപ്പോൾ ഭാവങ്ങൾ എടുത്താലും ദോസ് ഭാവസ് ആർ ദ സെയിം. അത് തന്നെയാണ് ഇവിടെ ഇമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് ഡൺ ഇൻ എ ഡിഫറെൻറ്റ് വേ. ആ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കാൻ സാധിക്കണം. ദാറ്റ് ഈസ് വെയർ ആൻ ആർട്ടിസ്റ്റ് ഹാസ് ടു വർക്ക്. ഇപ്പം ഞാൻ സിനിമയും ഡാൻസും ചെയ്ത ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ചെയ്ത വർക്കുകളിലൂടെ അല്ലെങ്കിൽ പഠിച്ച സംവിധായകരിലൂടെ അതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഐ ന്യൂ വേ ടു ഡ്രോ എ ലൈൻ. സോ ഇതിൻ്റെ അംശം ഇതിൽ വരരുത്, ബിക്കോസ് ഇതിൻ്റെ എക്സസൈസസും ടെക്നിക്കും വേറെയാണ്. അതേസമയം ദിസ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ ആ സെപ്പറേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. അത് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടൊന്നും വരില്ല. നമ്മൾ ചെയ്ത് ഇപ്പം ഞാനായാലും പടങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. ഇപ്പം ഞാനൊരു ആക്ടിങ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഡ്രാമ തിയേറ്റർ വർക്ക്ഷോപ്പ് ഒന്നും ചെയ്തിട്ടല്ല സിനിമയിൽ വന്നത്. ഞാൻ പഠിച്ചത് സംവിധായകരിൽ നിന്നാണ്. ഞാൻ അഭിനയത്തിൻ്റെ ബേസിക്സ് പഠിക്കുന്നത് ഡയറക്ടേഴ്സിൽ നിന്നും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ ആക്ടേഴ്സിൽ നിന്നുമാണ്. നമ്മളെ മോൾഡ് ചെയ്യും അവർ. ഇപ്പോൾ ഒരു ഡയലോഗ് മോഡുലേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പം ഒരു സീനിയർ ആക്ടർ പറയും ഇങ്ങനെ പറയണം, ആ ഡയറക്ടർ പറയും അതാണ് ശരി, അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഹൗ യു ലേൺ. സോ അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പടങ്ങളിലൂടെ പഠിച്ച് വന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം നൃത്തത്തിൽ അഭിനയ ടെക്നിക്ക് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആ ഒരു ഗ്രാമർ ഇസ് വെരി ഡിഫറെൻറ്റ്. അടിസ്ഥാനം എല്ലാത്തിൻ്റെയും ഭാവങ്ങൾ ഒന്നാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ദിസ് ഇസ് മോർ റിയലിസ്റ്റിക്, a little more exaggerated sometimes because it's a stage performance. ഇപ്പോൾ തിയേറ്ററിലായാലും നമ്മൾ കുറച്ച് ലൗഡായിട്ട് ചെയ്യണം. സോ അത് മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക്. യു കനോട്ട് ക്ലബ് ദിസ് ടുഗെദർ. സോ ഇത് രണ്ട് ടോട്ടലി ഡിഫറെൻറ്റ് ആർട്ട് ഫോം. സോ അത് മനസ്സിലാക്കി ആ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയണം, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി എ ടാസ്ക്. ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പം ഞാൻ സിനിമയും ഈ ഇതും പഠിച്ചറിഞ്ഞ ഒരാളായതുകൊണ്ട് എനിക്കതിൻ്റെ വ്യത്യാസം അറിയാം. അങ്ങനെ അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇറ്റ്സ് സ്റ്റിൽ ഇംപ്രൂവിങ്. ഈവൻ ഇഫ് ഐ ഡു എ ഫിലിം നൗ ഐ ലേൺ സംതിങ് ന്യൂ. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ആക്ടിങ്. Every day is a new learning experience. So you can't club them together. നൃത്തഗ്രഹം ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ പത്മയുടെ പെഡഗോജിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സിലബസാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഞാനാണ് ഇവിടുത്തെ മെയിൻ ഇൻസ്ട്രക്ടർ. എനിക്ക് 2 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ സ്ത്രീകൾക്ക് അതുപോലെ പുരുഷന്മാരുടെ ട്രെയിനിങ് അതിനാണ്. അല്ലാണ്ട് ഇവിടെ ജെൻഡർ ഡിഫറൻസിനല്ല. അത് പുരുഷന്മാർക്ക് സെപ്പറേറ്റ് ട്രെയിനിങ് എന്ന് ഞാൻ അനൗൺസ് ചെയ്യുന്നത് അത് പ്രത്യേക രീതിയിലായിരിക്കും അത് ചിട്ടപ്പെടുന്നത്. അത് സ്ത്രീകളുടെ കൂടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ ക്ലാസ്സിന് വന്ന് 2 ആൺകുട്ടികൾ 25 പെൺകുട്ടികളുടെ കൂടെ ഇരിക്കുക അങ്ങനത്തെ
ഒരു ഇതല്ല. അതായത് ആൺകുട്ടികൾക്ക് വരുമ്പോൾ ഇത് ആൺകുട്ടികളുടെ ഒരു ആക്ടിവിറ്റി ആണെന്ന് തോന്നണം. അത് തോന്നണമെങ്കിൽ ആ പഠിപ്പിക്കുന്ന രീതി പ്രത്യേകത വേണം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി. അതുപോലെ ദാറ്റ് അറ്റ്മോസ്ഫിയർ ഷുഡ് ബി വെരി കംഫർട്ടബിൾ ഫോർ ദം ടു ഫീൽ ദാറ്റ് ഐ എം എ മാൻ. അതിനു വേണ്ടിയാണ്. ബിക്കോസ് ദിസ് ഈസ് ജെൻഡർ ന്യൂട്രൽ. ആക്ച്വലി നോക്കിയാൽ ഇതിൽ സ്ത്രീകൾ പുരുഷൻ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ദ ആർട്ട് ഫോം. അതെങ്ങനെ ഓരോരുത്തരെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. പക്ഷേ ശൈലി, പുരുഷന്മാർ ചെയ്യുന്ന ശൈലിയിൽ ഒരു വ്യത്യാസമുണ്ട്, അതിലൊരു ഭംഗിയുണ്ട്. അത് നമ്മൾ പഠിപ്പിക്കുമ്പോഴേ അവർക്കത് മനസ്സിലാവും. സോ ആ രീതിയിൽ പ്രത്യേകത തരം അപ്രോച്ചസ് ദെയർ ഇൻ ടീച്ചിങ്. കോഴ്സസ് എടുത്താൽ പ്രൈമറി കോഴ്സ് നൃത്യപ്രവേശിക എന്ന് പറഞ്ഞിട്ട് 7 years ആണ് തുടങ്ങേണ്ടത്. 7 മുതൽ ഒരു 15-16 വയസ്സുള്ള കുട്ടികൾക്ക് ഗേൾസിന് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്. അതുപോലെ ബോയ്സിനും ഞാൻ സെപ്പറേറ്റ് ക്ലാസ് വെക്കുന്നുണ്ട്. ആ ഏജ് ഗ്രൂപ്പിൽ ആൺകുട്ടികൾ വരാൻ തുടങ്ങിയിട്ടില്ല, ഇനി അറിഞ്ഞിട്ടൊക്കെ വരണം. പക്ഷേ ഗേൾസ് ഓഫ് കോഴ്സ് ദേ ആർ കമ്മിങ്. ആൻഡ് അതേ എൽഡേഴ്സിന് ഇപ്പോൾ പഠിക്കേണ്ട കോളേജ് ഗേൾസ് ആയാലും സ്ത്രീകളായാലും അപ്പം അതിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ സൂപ്പർവൈസ് ചെയ്യും. അതുപോലെ നൃത്യ ഉന്മേഷ എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ റിഫ്രഷർ കോഴ്സ്. അതായത് കുറേ കാലം പഠിച്ച് ടച്ച് വിട്ടുപോയ ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ കല്യാണം കഴിച്ച് വീട്ടിൽ പഠിച്ചിരുന്നു, പക്ഷേ എനിക്കൊരു അവസരമില്ല, അതൊന്ന് തിരിച്ച് ബ്രഷ് ചെയ്തെടുക്കണം. അതിനുള്ള അവസരമാണ് നൃത്യ ഉന്മേഷ. സോ അതിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് അവരെ ടെക്നിക്ക് പോളിഷ് ചെയ്യും. ആൻഡ് ദെൻ അവർക്ക് ചെറിയ ചെറിയ ഐറ്റംസ്. അവിടെ നമ്മളുടെ ഉദ്ദേശം, ഇൻറ്റൻഷൻ ഇസ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മോർ ദൻ ദി ടെക്നിക്കൽ ബ്രില്യൻസ്. ഇപ്പം അവർ ചെയ്യുന്ന ടെക്നിക്കൽ ബ്രില്യൻസ് എയിം ചെയ്യണം. പക്ഷേ അത് പലർക്കും പല രീതിയിലായിരിക്കും. ബിക്കോസ് പ്രായമനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കുറയും, ചെയ്യാനുള്ള വിഷമങ്ങൾ ഉണ്ടാവും. സോ അതിനനുസരിച്ച് അവർക്ക് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ കറക്റ്റ് ചെയ്യേണ്ടത് വിൽ ബി കറക്റ്റിങ്. എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് ചെയ്യാം. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ദേ ഷുഡ് എൻജോയ് ഇറ്റ്. അവർക്കതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും അവർക്കൊരു സന്തോഷം കൊടുക്കണം. അതായത് ഞാൻ വീണ്ടും ഡാൻസ് ചെയ്യുന്നു എന്നുള്ളത്, അതിനാണ് ഈ നൃത്യ ഉന്മേഷം. അത് ആണുങ്ങൾക്കും ഉണ്ട് സ്ത്രീകൾക്കും ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ബേസിക് കോഴ്സസ്. സ്പെഷ്യൽ ക്ലാസ്സസ് ആയിട്ട് ഐറ്റംസ് ആയിട്ട് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. സോ അത് എൻ്റെ ടൈമിംഗ് അനുസരിച്ചിട്ട് ഞാൻ ഐ വിൽ പ്ലാൻ ദാറ്റ് വെയർ വിൽ ടീച്ച് ഐറ്റംസ്. ഈ പെഡഗോജിയുടെ അഡ്വാൻസ്ഡ് പോർഷൻസ് പഠിപ്പിക്കും. സോ ഇതൊക്കെയാണ് ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ. ഞാനും ഒരു ബിഗിനറാണ് ആസ് എ സ്കൂൾ. സോ നമ്മളും അതിൻ്റെതായ പതുക്കെ ഓരോ പടിപടിയായിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് വളരെ ചിട്ടയോടും സിസ്റ്റമാറ്റിക്കായിട്ട് അത് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയാൻ എന്താണ് പറയുന്നത്, ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു സേ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ് അത്. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ തീരുമാനിക്കണം. വി കാൺ ബി ജഡ്ജ്മെൻറ്റൽ അബൌട്ട് ദാറ്റ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച ഒരു സിസ്റ്റം ഉണ്ട്, ഞാൻ പഠിച്ച ഒരു ശാസ്ത്രീയമായ രീതിയുണ്ട്, ഞാൻ പഠിച്ച ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് ഞാൻ പകർന്നു കൊടുക്കാനാണ് എൻ്റെ ശ്രമം. മറ്റുള്ളവരത് ഇൻസ്റ്റൻ്റ് ആണോ റെഡിമെയ്ഡ് ആണോ, ദാറ്റ് ഈസ് നോട്ട് മൈ ഇഷ്യൂ. ഐ ഷുഡ് ഫോക്കസ് ഓൺ ദിസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. സോ ഐ വിൽ ഫോക്കസ് ഓൺലി ഓൺ ദാറ്റ്. അത് ചെയ്യേണ്ടത് അവരുടെ ഇഷ്ടം. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ദാറ്റ്സ് യുവർ വിഷ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആൾക്കാർ ജഡ്ജ് ചെയ്യും, അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്യും. ബട്ട് ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ദാറ്റ്സ് യുവർ വിഷ്. ഐ എം നോബഡി ടു ക്വസ്റ്റ്യൻ ദാറ്റ്. അത് ശരിയാണോ, അതൊരു ശരിയായ പ്രവണതയാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്ന് പറയാം. ഇപ്പം നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇത്തരം കലാരൂപങ്ങൾക്ക് ഒരു ചിട്ടയുണ്ട്. അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഒരു 4-5 കൊല്ലം വരെ ആ കുട്ടി നന്നായിട്ട് പഠിച്ച് തെളിഞ്ഞ് ചെയ്യിക്കണം. അങ്ങനെ ആ ഉദ്ദേശത്തോട് ചെയ്യുന്ന വിദ്യാലയങ്ങളുണ്ട്, അല്ലാത്ത വിദ്യാലയങ്ങളുണ്ട്. അത് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ ഇഷ്ടം പോലെ ഇരിക്കും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അയക്കാനാണ് താല്പര്യമെങ്കിൽ ദാറ്റ്സ് യുവർ വിഷ്. അതേസമയം നിങ്ങളുടെ കുട്ടീനെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു ചിട്ടയോട് പഠിക്കുന്ന ഒരു വിദ്യാലയത്തേക്ക് അയക്കണം, ദാറ്റ് ഈസ് ഓൾസോ യുവർ വിഷ്. പക്ഷേ അത് ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ ഐ എം നോബഡി. ടീച്ചർ കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ അടുത്താണ് ഞാൻ ശാസ്ത്രീയമായിട്ട് ചിട്ടയോടുകൂടി പഠിക്കാൻ തുടങ്ങി, ഒരു 6th standard മുതൽ. അപ്പോഴാണ് ഞാൻ ടീച്ചറുടെ വീട്ടിൽ, അതും എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഐ ഹവ് നെവർ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സോ എനിക്ക് ഐ യൂസ് ടു ഫീൽ ലൈക്ക് എ ബോയ്. അല്ലെങ്കിൽ ഒരു 20 പെൺകുട്ടികളോട് വന്ന് അവരെ നോക്കി റെഫറൻസായി എടുത്ത് അങ്ങനെയല്ല ഞാൻ പഠിച്ചത്. സോ അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് യു വിൽ ബി ഒരു പൗരുഷം
അടിസ്ഥാനമായിട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് അഗെയിൻ ആ ടെക്നിക്കും നമ്മൾ പഠിക്കുന്ന രീതിയിൽ നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ഒരു പുരുഷ സൗന്ദര്യത്തോടു കൂടി ചെയ്യാൻ പറ്റണം എന്നുള്ളത്. സരസ്വതി ടീച്ചറുടെ അടുത്ത് വളരെ ചിട്ടയായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഡോക്ടർ പത്മയുടെ സ്റ്റൈലാണ്. ഗുരു ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ശിഷ്യയായിരുന്നു കലാമണ്ഡലം സരസ്വതി ടീച്ചർ. സോ അതേ പെഡഗോജിയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ഡോക്ടർ പത്മയുടെ അടുത്ത് പോയപ്പോഴും അതെനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ടീച്ചർ ത്രൂ ആണ് സിനിമയിലേക്ക് വരുന്നത്. എന്നെ ആദ്യം ഞാൻ 10th പഠിക്കുമ്പോഴാണ് ഋഷ്യശൃംഗന് വേണ്ടിയിട്ട്, അതായത് വൈശാലി ഋഷ്യശൃംഗൻ എന്ന് പറഞ്ഞിട്ട് 1984 അതിനാണ് എന്നെ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത്. MT സാർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഭരതേട്ടൻ എന്നെ സ്ക്രീൻ ടെസ്റ്റിന് വിളിക്കുന്നത്. അതൊക്കെ ഫിക്സ് ചെയ്തു. പക്ഷേ ആ പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ അഗെയിൻ ടീച്ചറുടെ സ്റ്റുഡൻറ്റ് ഒരു പയ്യനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ശശിയേട്ടൻ്റെ ഇടനിലങ്ങളിൽ ഒരു റോളിന് എന്നെ വിളിക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ പടം. അത് ചെറിയ റോളായിരുന്നു. വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം ക്ലാസ്സിന് പോയപ്പോഴാണ് അമ്മേനോട് ടീച്ചറെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഹരൻ എന്നാണ് വിളിക്കുക, ഹരൻ സാറിനെ. ഹരന് ഒന്ന് വിനീതിനെ കാണണം, അവരുടെ വാസുവേട്ടൻ്റെ ഒരു പുതിയ പടത്തിന് അവർ ഇങ്ങനെ ഇവൻ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഹരൻ സാർ എന്നെ കാണുന്ന ഒരു പ്രാവശ്യം. ആ കാണുന്ന ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ONV സാറിന് MT സാർ കഥ പറയാണ് നക്ഷത്രങ്ങളുടെ പാട്ട് എഴുതാൻ. സോ അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് MT സാറിൻ്റെ കൂടെ ഞാൻ ആ ഹോട്ടലിൽ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ONV സാറുണ്ട്, ഹരൻ സാറുണ്ട്. സോ അന്നൊരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ MT വാസുദേവൻ നായർ കഥ പറയുന്നത് എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. കഥ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്ക്രിപ്റ്റ് നറേഷനാണ്. അത് നമുക്ക് ആർട്ടിസ്റ്റിന് വളരെ, ഇപ്പം ഞാൻ MT സാറിൻ്റെ 8 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടും, പക്ഷെ അദ്ദേഹം നെറേറ്റ് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ ഒരു ഭാഗ്യം ആർട്ടിസ്റ്റിന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. മേ ബി സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ അവിടെ പോയാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ് വായിക്കുക ആദ്യം. സോ യു റീഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ലേൺ ദി ക്യാരക്ടർ. പക്ഷെ നക്ഷത്രങ്ങൾ ആ പ്രായത്തിൽ എനിക്ക് അദ്ദേഹം നെറേറ്റ് ചെയ്യുന്നത്, അതായത് ONV സാറിന് പാട്ട് എഴുതാൻ വേണ്ടി MT വാസുദേവൻ നായർ നെറേറ്റ് ചെയ്യുന്നത്. സോ MT സാറിൻ്റെ ആ നെറേഷൻ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ഹരിഹരൻ സാർ. സോ അങ്ങനെയാണ് നക്ഷത്രങ്ങൾ. പിന്നെ അവിടെ നിന്ന് ബിക്കേം എ ഹിറ്റ് ആൻഡ് ദെൻ മുന്തിരിത്തോ. ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്ത ഏത് ആർട്ടിസ്റ്റ്, ഈവൻ നമ്മുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റ് മമ്മൂക്കയിലും ലാലേട്ടനായാലൊക്കെ MT സാറിൻ്റെ ക്യാരക്ടേഴ്സ് ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ അത് ആക്ടേഴ്സിന് ഗ്രോത്താണ്. ഇപ്പം തിലകേട്ടനായാലും വേണുചേട്ടനായാലും ലാലേട്ടൻ്റെ പഞ്ചാഗ്നി ആയാലും അമൃതം ഗമയ, അതൊക്കെ MT സാറിൻ്റെ. മമ്മൂക്കയുടെ വീരഗാഥ, പഴശ്ശിരാജ, എത്ര പടങ്ങൾ, അനുബന്ധം, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്ക്. ഞാൻ ചെയ്തത് നക്ഷത്രങ്ങൾ, ആരണ്യകം, പരിണയം, ഏഴാമത്തെ വരവ്, ഋതുഭേദം MT സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. അതല്ലാതെ അതിൻ്റെ സർഗം ഓൾസോ MT സാറിൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഹരൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഹരൻ സാറിനാണ് സ്ക്രിപ്റ്റ്, പക്ഷേ MT സാറിൻ്റെ ഒരു സൂപ്പർവിഷൻ ആ പടത്തിനുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമൃതം ഗമയ അതുപോലെ. അങ്ങനെ 7 ഫിലിംസ് ഐ തിങ്ക് MT സാറിൻ്റെ 7 സ്ക്രിപ്റ്റ്സ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്.